വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഡെസേർട്ടാണ്. വളരെ പോപ്പുലറായിട്ടുള്ള കാരമൽ കസ്റ്റർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാരമൽ കസ്റ്റർഡ് ബേക്ക് ചെയ്യുന്ന രീതിയിലാണ്. ഇത് സ്റ്റീം ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇതിൻ്റെ വേറൊരു വേരിയേഷൻ കാണിച്ചായിരുന്നു, സ്റ്റീം ചെയ്തിട്ട്. ഇന്ന് നമുക്ക് ബേക്ക് ചെയ്ത് ചെയ്യാം. കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിൻ ലെയർ ഓഫ് കാരമൽ അടിയിൽ കൊടുക്കും, അതിൻ്റെ മേലെ ഒരു കസ്റ്റർഡിൻ്റെ ലെയർ. അപ്പോൾ ഫസ്റ്റ് കാരമലിൻ്റെ ലെയർ നമുക്ക് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 3/4 കപ്പ് ഷുഗറാണ്. ഇതിനൊപ്പം തന്നെ 1/4 കപ്പ് വെള്ളം. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഇത് കാരമലൈസ് ചെയ്തെടുക്കുക. നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുന്ന ചെറിയ ബോളിലാണ്, ഇതേപോലെ റമക്കിൻസിലാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെയൊക്കെയും ഇതേപോലെ ഫ്ലാൻറ്റിൻസ് കിട്ടും, അതിനകത്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് അവൻ പ്രീഹീറ്റ് ചെയ്തിടാം. 10 മിനിറ്റ് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടുക. ഈ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക. ഒരുപാട് കളർ മാറിക്കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് വരും. ഓക്കെ, ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കളറായി. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഷുഗർ ഫുൾ ഡിസോൾവ് ആയെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്തായാലും നമ്മൾ വെള്ളം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഷുഗർ ഡിസോൾവ് ആവും. ഷുഗർ ഒട്ടും തരിയില്ലെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത് ഡിവൈഡ് ചെയ്ത് എല്ലാ റാമക്കിൻ ഡിഷസിലേക്ക് ഒഴിക്കുക. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ലെയർ പെട്ടെന്ന് സെറ്റാവും. ചൂട് പോകുമ്പോഴത്തേക്ക് നല്ല ഹാർഡാവും. അപ്പോൾ അതാണ് നമുക്ക് ആ രീതിയിലാണ് പരുവം വരേണ്ടത് കേട്ടോ. ഇത് മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കസ്റ്റേർഡ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു ബിഗർ ബോൾ എടുക്കുക. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന 5 എഗ്സ് ആണ്. ഈ അളവിനൊരു 4 മുട്ട, ചെറിയ മുട്ടയാണെങ്കിൽ മാത്രം 5 മുട്ട എടുക്കുക, അല്ലെങ്കിൽ ഒരു 4 മുട്ട മതിയാവും. നമുക്ക് ഇവിടെ വേണ്ടത് 3 എഗ് യോക്സും 2 ഫുൾ എഗ്ഗുമാണ് വേണ്ടത്. വൺ മോ എഗ് യോക്ക് വേണം. ഇനി 2 ഹോൾ എഗ്. എഗ്ഗിലേക്ക് നമുക്കൊരു 1/4 കപ്പ് നിറച്ച് ഷുഗർ, അതായത് 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ എടുക്കുക. അത്രയും ഷുഗർ എടുക്കുക. ഒരു നുള്ള ഉപ്പ്, പിഞ്ച് ഓഫ് സോൾട്ട്, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക. ഷുഗറും എഗ്ഗും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. 3 എഗ് വൈറ്റ്സ് നമ്മൾ മാറ്റി വെച്ചല്ലോ, അത് നമുക്ക് ആവശ്യമില്ല. നമ്മളിവിടെ എടുത്തേക്കുന്ന 3 എഗ് യോക്കും 2 ഫുൾ എഗ്ഗുമാണ്, അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 ലിറ്റർ മിൽക്ക്. കാച്ചാത്ത പാലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് കുക്ക് ചെയ്യുവാണല്ലോ, ബേക്ക് ചെയ്യുവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കാച്ചേണ്ട ആവശ്യമില്ല, ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഷുഗർ ഡിസോൾവ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഷുഗർ ഫുൾ ഡിസോൾവ് ആയി. ഇനി നമുക്ക് അരിച്ച് വേറൊരു ബൗളിലേക്ക് ഒഴിക്കാം. നല്ല സ്മൂത്ത് ടെക്സ്ചറിന് വേണ്ടിയിട്ട് എപ്പോഴും അരിച്ചെടുക്കുന്ന ബെറ്റർ. അരിച്ച മിക്സ്ചർ ഓരോ ഇൻഡിവിജ്വൽ റാമക്കിൻസിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ അളവെന്ന് പറഞ്ഞാൽ നമുക്കൊരു 7 to 8 നമ്പേഴ്സ് കിട്ടും. ഈ സൈസിലുള്ള റമക്കിൻ പല സൈസിൽ കിട്ടും. കാരമൽ എപ്പോഴത്തേനും ലെയർ കൊടുത്താൽ മതിയാവും. ഇത് നമുക്ക് ബേക്ക് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബേക്ക് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനകത്തുള്ള എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അത് മാറ്റി ക്ലീൻ ആക്കി വെക്കുക. അടുത്തായിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ടിന്നിൽ, കേക്ക് ടിന്നോ എന്തെങ്കിലും ടിൻ യൂസ് ചെയ്യുക. ടിന്നിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ഈ പാത്രങ്ങൾ, ഈ റമക്കിൻ ഡിഷസ് അതിനകത്ത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള എനി ടിൻസ്, കേക്ക് ടിൻസ് ആയാലും അലുമിനിയം കേക്ക് ടിൻസ് ആയാലും മതി. നമ്മൾ ഇതിനകത്ത് ബേക്ക് ചെയ്തതിന് മുമ്പായിട്ട് നല്ല ബോയിലിംഗ് വാട്ടർ വേണം ഒഴിക്കാനായിട്ട്. ബോയിലിംഗ് വാട്ടർ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും പുഡിങ്ങിന്. ഒട്ടും ഇങ്ങനെ കേർഡിൽ എഫക്റ്റ് കിട്ടത്തില്ല. നല്ല സ്മൂത്തായിട്ട് ടെക്സ്ചർ കിട്ടും. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു. ഈ ചൂടുവെള്ളം ഓരോ റമക്കിൻ ഡിഷസിൻ്റെയും ഒരു ഹാഫോളം ഇമ്മേഴ്സ്ഡ് ആയി കിടക്കുന്ന രീതിയിലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെയും കവർ ചെയ്യുക, ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുക. കവർ ചെയ്യുക. ഇവിടെ ഞാൻ 180 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 180 or 170 ഓക്കെയാണ് കേട്ടോ. അവൻ പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വെച്ച് ഒരു 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30-35 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 30-35 മിനിറ്റ് എന്ന് പറയുന്നത് ഓരോ അവനിലും വ്യത്യാസം വരും. ചില അവനിലൊക്കെ അതൊരു 45 മിനിറ്റ്സ് വരെയൊക്കെ എടുക്കും. അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു 30-35 മിനിറ്റ് കഴിയുമ്പം ഒരു റാമക്കിൻ എടുത്തിട്ട് നടുക്ക് പ്രിക്ക് ചെയ്ത് നോക്കുക. ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് പ്രിക്ക് ചെയ്യുക. അത് ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കുക്ക്ഡായിട്ടുണ്ടാവും. അങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. കാരമൽ കസ്റ്റേർഡ് ബേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 30-35 മിനിറ്റ്സോളം ആയി. ഇനി നമുക്കത് അവനിൽ നിന്ന് എടുക്കാം. ഫുൾ ചൂടാറട്ടെ. ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് അത്യാവശ്യം കൂളായി. ഹാൻഡിൽ ചെയ്യാവുന്ന ചൂടേ ഉള്ളൂ. ഇതെപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചില്ല് ചെയ്ത ശേഷം മാത്രമേ അപ്സൈഡ് ഡൗൺ ഇടാവൂ. അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്യുക. അപ്പം ചെയ്യുമ്പോൾ എപ്പോഴും സൈഡ്സ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു പ്ലേറ്റിലേക്ക് അപ്സൈഡ് ഡൗൺ വെക്കുക. ഇതേപോലെ ഓരോന്നും ചെയ്യുക. എപ്പോഴും ചില്ല് ചെയ്തിട്ട്, നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ചില്ല് ചെയ്തിട്ട് തന്നെ എടുക്കുക. ഇതേപോലെ ഒരെണ്ണം കൂടെ ചെയ്യുക. ഈ
ഈ പുഡിംഗ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്ത് ടെക്സ്ചറുള്ള ഒരു പുഡിങ്ങാണ്. ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈവൻ കണ്ടൻസ് മിൽക്ക് പോലും ഉപയോഗിക്കാതാണ് ഈ പുഡിംഗ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അവനില്ലാത്തവർ ഇത് സ്റ്റീം ചെയ്തിട്ടും ചെയ്യാം. സ്റ്റീം ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. അങ്ങനെ ആകുമ്പോഴും ഇതേപോലെ നല്ല ടെക്സ്ചറിൽ ഉണ്ടാക്കിയെടുക്കാം. ട്രൈ ചെയ്യുക. വീണ്ടും ഇതേപോലെ നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.